സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജോസി വാകമറ്റം എഴുതിയ നോവൽ തടങ്കൽപ്പാളയം തുടരുന്നു. ഭാഗം 25. നദിക്കരയിൽ വെച്ച് ഔസേപ്പച്ചൻ തൻ്റെ പദ്ധതി മൂർത്തിയോടും മരുതനായകത്തോടും വിശദീകരിച്ചു. ഇപ്പോൾ കോട്ടായിൽ പോയിരിക്കുന്ന മീശക്കാരനാണ് നിങ്ങളുടെ ടാർജറ്റ്. ഇന്ന് രാത്രി ഗോവയിലേക്ക് പുറപ്പെടുമെന്നാണ് അവനോട് പറഞ്ഞിരിക്കുന്നത്. അവൻ അക്കാര്യം എല്ലായിടത്തും വിളംബരം ചെയ്യും. രാത്രിയിൽ ഞാൻ അവനെ കൂട്ടിക്കൊണ്ട് നദിക്കരയിൽ വരും. അപ്പോൾ നിങ്ങളിവിടെ പതിയിരിക്കുന്നുണ്ടാവണം. അവനെ നദിയുടെ ആഴത്തിലേക്ക് കെട്ടിത്താഴ്ത്താൻ പറ്റിയ കല്ലുപാളികൾ ഇപ്പോൾ തന്നെ തയ്യാറാക്കി വെച്ചിരിക്കണം. എന്നിട്ട് രാത്രി തന്നെ തങ്ങൾ സ്ഥലം വിടുന്നു. കൂട്ടത്തിൽ ഷൺമുഖവും ഉണ്ടെന്ന വ്യാജേനയായിരിക്കണം പുറപ്പെടൽ. നേരത്തെ വിളംബരം ചെയ്തിട്ടുള്ളതിനാൽ ഷൺമുഖ സ്ഥലം വിട്ടുപോയി എന്ന് തന്നെ എല്ലാവരും കരുതിക്കൊള്ളും. മറ്റെന്തെങ്കിലും കുഴപ്പം? മരുതനായകം സംശയം പ്രകടിപ്പിച്ചു. എന്തു കുഴപ്പം? ഒന്നുമില്ലേ? ഔസേപ്പച്ചൻ ഉറപ്പു കൊടുത്തു. MS ഷൺമുഖ എന്നൊരാളില്ല. ഇനി അഥവാ പോലീസ് അന്വേഷണം ഉണ്ടായാലും ഇല്ലാത്തയാളിനെ പറ്റിയുള്ള തെളിവുകൾ എങ്ങനെ ശേഖരിക്കും? എങ്ങനെ കണ്ടുപിടിക്കും? ഏതാണ്ട് 6 അടിയോളം നീളവും 2 അടി വീതിയുമുള്ള 2 സ്റ്റോൺ പാളികൾ അവർ തെരഞ്ഞെടുത്ത് പ്രത്യേകം തയ്യാറാക്കി വെച്ചു. ഒരെണ്ണം ദേഹത്തിന് മീതെയും ഒരെണ്ണം ദേഹത്തിനടിയിലും നീളപ്പാടിന് വെച്ച് കമ്പിയിട്ട് മുറുക്കി കെട്ടിയാൽ ചമ്പൽ നദിയിൽ വെള്ളമുള്ള കാലത്തോളം സെബാസ്റ്റ്യൻ അതിൻ്റെ അടിത്തട്ടിൽ തന്നെ കിടക്കുമെന്ന് ഔസേപ്പച്ചൻ ഉറപ്പിച്ചു. വൈകുന്നേരം 5 മണിയോടെ കോട്ടായിലെ ജോലികളെല്ലാം പൂർത്തിയാക്കി സെബാസ്റ്റ്യനും കുമാറും മടങ്ങിയെത്തി. കോട്ട സ്റ്റോൺ ക്വാറി കുമാറിന് കൈമാറുന്നതായി എഴുതിയ ഉടമ്പടി സെബാസ്റ്റ്യൻ ഔസേപ്പച്ചനെ ഏൽപ്പിച്ചു. വൈകുന്നേരം ക്വാറിയിലെ തൊഴിലാളികളെയെല്ലാം സെബാസ്റ്റ്യൻ വിളിച്ചുകൂട്ടി. താൻ തൻ്റെ സ്നേഹിതനായ കുമാറിന് സ്റ്റോൺ ക്വാറി കൈമാറിയിരിക്കുകയാണെന്നും ഇനി മുതൽ കുമാറായിരിക്കും നിങ്ങളുടെ മുതലാളി എന്നും അയാൾ തൊഴിലാളികളോട് പ്രഖ്യാപിച്ചു. സെബാസ്റ്റ്യൻ തൊഴിലാളികൾക്ക് പാരിതോഷികങ്ങൾ വിതരണം ചെയ്തു. അവരെ സൽക്കരിക്കുവാനായി അയാൾ കോട്ടായിൽ നിന്നൊരു കേസ് റം വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അതും തൊഴിലാളികൾക്കിടയിൽ സെബാസ്റ്റ്യൻ തന്നെ വിതരണം ചെയ്തു. തൊഴിലാളികൾ സന്തുഷ്ടരായി സന്ധ്യയ്ക്ക് തന്നെ കുടിയും തീറ്റയും ആരംഭിച്ചു. അത്യാവശ്യം കരുതേണ്ട ആയുധങ്ങളും മറ്റ് സാധന സാമഗ്രികളും എല്ലാം വാങ്ങി വിൻസെൻ്റ് കാറിൽ വെച്ചു. ഒരു കൂലിയുടെ സഹായസന്നദ്ധതയോടെ രാംലഖൻ എന്തിനും അവൻ്റെ കൂടെ നിന്നു. കോട്ട ടൗണിൽ നിന്ന് അവർ യാത്ര തിരിക്കുമ്പോൾ വൈകുന്നേരം 5 മണി കഴിഞ്ഞു. രാംലഖനും ഡ്രൈവിംഗ് അറിയാമായിരുന്നെങ്കിലും വിൻസെൻ്റാണ് കാർ ഓടിച്ചത്. ഡോബ്യാക്കി ഖാനിലേക്ക് തിരിയുന്ന റോഡിനടുത്തെത്തിയപ്പോൾ വിൻസെൻ്റ് കാറ് നിർത്തി. യേ ഹേ ഡോബ്യാക്കി ഖാൻ ജാനേക്കാ രാസ്ത, ഇതാണ് ഡോബ്യാക്കി ഖാനിലേക്കുള്ള വഴി, അവൻ രാംലഖനോട് പറഞ്ഞു. ഏതോ ഖനാ ജംഗൽ ഹേ, ഇത് വലിയ വനമാണല്ലോ. വനത്തിൽ കൂടി വേണം നമുക്ക് പോകാൻ. കോട്ട ഡാം റോഡിലൂടെ വിൻസെൻ്റ് അല്പദൂരം കാർ ഓടിച്ചു പോയി. ഒരു വളവിനപ്പുറത്തിട്ട് കാർ തിരിച്ചു. ഗാഡി കേസി ലഗി സബ്, വണ്ടി എങ്ങനെയുണ്ട് സാർ? ടീക്ക് ഹേ ചലേഗി. റോഡിന് വീതിയുള്ള ഭാഗത്ത് അരികു ചേർന്ന് വിൻസെൻ്റ് കാർ നിർത്തി. വേറെ വാഹനം വന്നാൽ കടന്നു പോകാൻ സ്ഥലമുണ്ടെന്ന് ഉറപ്പുവരുത്തി. രാംലഖനും വിൻസെൻ്റും കാറിൽ നിന്നും ഇറങ്ങി. വിൻസെൻ്റ് വീൽ സ്പാനർ എടുത്ത് കാറിൻ്റെ റോഡിലേക്കുള്ള വശത്തെ മുൻചക്രത്തിൻ്റെ തട്ടഴിക്കാൻ തുടങ്ങി. അപ്പോഴേക്കും രാംലഖൻ ജാക്കി എടുത്ത് ശരിയായ സ്ഥാനത്ത് വെച്ചു. പിന്നെ ജാക്കി ലിവർ ഉപയോഗിച്ച് കാർ ഉയർത്തിക്കൊണ്ടിരുന്നു. വിൻസെൻ്റ് ചക്രം ഊരിയെടുത്തു. അത് കാറിനുള്ളിൽ വെച്ചു. തട്ടുകൾ ഡാഷ്ബോർഡിലും. വിൻസെൻ്റും രാംലഖനും ഓരോ തോൾ സഞ്ചികൾ കാറിൽ നിന്നും എടുത്തു. അതിനുശേഷം കാറ് പൂട്ടി. ചലോ അബ് ചൽത്തേ ഹേ, ഇനി പോകാം, വിൻസെൻ്റ് പറഞ്ഞു. ഇപ്പോൾ ആ കാറിൻ്റെ കിടപ്പ് കണ്ടാൽ കാട്ടിൽ വെച്ച് ടയർ പഞ്ചറായി പോയതുകൊണ്ട് അവിടെ ബ്രേക്ക് ഡൗണായി കിടക്കുന്നു എന്നേ ആർക്കും തോന്നുമായിരുന്നുള്ളൂ. ടയർ ഊരിക്കൊണ്ട് കാറുടമ ബോറാബാസിൽ പോയിരിക്കാവാം. കാരണം പഞ്ചർ ഒട്ടിക്കണമെങ്കിൽ അവിടെ ചെല്ലണം. ടയർ പൊട്ടിപ്പോയിട്ട് പുതിയത് വാങ്ങാനാണെങ്കിൽ കോട്ട ടൗണിൽ തന്നെ പോയേ പറ്റൂ. ആയതിനാൽ ബ്രേക്ക് ഡൗൺ ആയ കാർ ഒരു പകലും രാത്രിയും മുഴുവൻ അവിടെ കിടന്നാലും ആർക്കും സംശയം തോന്നുമായിരുന്നില്ല. സന്ധ്യയായി തുടങ്ങിയിരുന്നു. ബഹുത്ത് സർദി ഹേ, എന്തൊരു തണുപ്പ്, രാംലഖൻ പറഞ്ഞു. അവർ ബോറാപാസിലേക്ക് പോകുന്ന വഴിയെ അല്പദൂരം നടന്നു. പിന്നെ വലത്തേക്കുള്ള റോഡിലേക്ക് തിരിഞ്ഞു. അത് ഡോബ്യാക്കി ഖാനിലേക്കുള്ളതായിരുന്നു. രാംലഖൻ നടക്കുന്നതിനിടയിൽ പിറുവിറുത്തു. ബഹുത്ത് ഹി ഖരാബ് റോഡ് ഹേ, വളരെ മോശം റോഡ്. കല്ലും കുഴിയും നിറഞ്ഞ റോഡിലൂടെ അവർ ഇറക്കമിറങ്ങാൻ തുടങ്ങി. വനത്തിൽ ഇരുട്ട് വ്യാപിച്ചു വന്നു. കാടിൻ്റെ മേലാപ്പിന് കട്ടി കുറഞ്ഞ ഭാഗത്ത് സന്ധ്യാകാശത്തിൻ്റെ വെളിച്ചം വീണിരുന്നു. ആകാശത്ത് ചുവന്ന തിളക്കമുള്ള പാളികളിൽ കാളിമ വ്യാപിച്ചു. രാംലഖൻ കിറ്റിനുള്ളിൽ നിന്ന് ടോർച്ചെടുത്ത് പ്രകാശിപ്പിച്ചു.
നല്ലതുപോലെ ഇരുട്ടായതോടെ വിൻസെൻറ്റിന് ടോർച്ചടിക്കേണ്ടി വന്നു. അയാൾ മുന്നറിയിപ്പ് നൽകി, ചാരോ തരഫ് ധ്യാൻ ദേന, ജംഗലി ജാൻവർ ബഹുത്ത് ഹേ, ചുറ്റും ശ്രദ്ധ വേണം, കാട്ടുമൃഗങ്ങളുണ്ട്. രാംലഖൻ മൂർച്ചയേറിയൊരു കത്തി കിറ്റിൽ നിന്നെടുത്തു. വലങ്കയിൽ പിടിച്ചു. ഡരോ മത്ത്, വോ ഹംബർ തഭി ഹമല കരോങ്കെ ജബ് ഹം ഉൻകോ ചേടേങ്കെ. പേടിക്കേണ്ട, നമ്മൾ ഉപദ്രവിക്കാൻ ചെന്നില്ലെങ്കിൽ അവറ്റകളും ഉപദ്രവിക്കില്ല, വിൻസെൻ്റ് പറഞ്ഞു. ഡോബ്യാക്കി ക്യാനിലേക്കുള്ള റോഡ് അവർക്ക് മുന്നിൽ ഇരുട്ടിൽ വളഞ്ഞു പുളഞ്ഞു കിടന്നു. പോലീസ് സൂപ്രണ്ടിൻ്റെ ഓഫീസിൽ നിന്നും ജോഷി ജോൺസ് അസ്വസ്ഥനായിട്ടാണ് ജീപ്പിനടുത്തേക്ക് വന്നത്. ജീപ്പിൽ കയറാൻ തുടങ്ങുമ്പോൾ അയാൾ പിറുപിറുത്തു. ഒരു കടലാസ് കഷ്ണം അടിച്ചു തരാനാണ് 3 മണിക്കൂർ എടുത്തത്. നമ്മളേതാണ്ട് കക്കാനോ പിടിച്ചു പറിക്കാനോ ആണ് രാജസ്ഥാനിൽ വന്നത് എന്ന മട്ടിലായി SP-യുടെ പെരുമാറ്റവും സംസാരവും. അമർഷത്തോടെ ജോഷി പറഞ്ഞുകൊണ്ടിരുന്നു. തലേവര അല്പം മാറിപ്പോയി, ഇല്ലെങ്കിൽ ഞാനും അയാളുടെ റാങ്കിൽ തന്നെ ഇരിക്കേണ്ടതാ. ഇനി എങ്ങോട്ടാണ് സാർ? ഡ്രൈവർ രാമചന്ദ്രൻ ജോഷിയെ നോക്കി. സർക്കിൾ ഓഫീസിലേക്ക്. അവിടെയും ചെന്ന് മുഖം കാണിക്കണമത്രേ. ജീപ്പ് നീങ്ങി. കടലാസിൽ കുറിച്ചെടുത്തത് നോക്കി ജോഷി വഴി പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നു. സർക്കിൾ ഓഫീസിൽ ഒട്ടും താമസമുണ്ടായില്ല. ഒരു ASIയെയും 2 കോൺസ്റ്റബിൾമാരെയും കൂട്ടി ജോഷി ജോൺസിൻ്റെ സഹായത്തിനായി വിട്ടുകൊടുത്തു. സർക്കിൾ ഓഫീസിൽ നിന്ന് ഇറങ്ങിയ ജോഷി വാച്ചിൽ നോക്കി. മണി 6 കഴിഞ്ഞിരിക്കുന്നു. അയാൾ ഒരു STD ബൂത്തിലേക്ക് കയറി. തിടുക്കത്തിൽ വീട്ടിലേക്കുള്ള നമ്പർ ഡയൽ ചെയ്തു. മറുവശത്ത് ഹലോ ശബ്ദം കേട്ടു. ഹലോ ഷാനി, സീമ എവിടെ? മുകളിലുണ്ട്, അവൾക്ക് കൊടുക്കൂ വേഗം. 30 സെക്കൻഡിനുള്ളിൽ സീമയെ ലൈനിൽ കിട്ടി. ഹലോ സീമ, ജോഷിച്ചായനാ. എവിടുന്നാ ജോഷിച്ചായ? കോട്ട ടൗണിൽ നിന്ന്. അവിടെ എത്തിയോ? ഞങ്ങൾ ഇവിടെ നിന്ന് ഡോബയാക്കി ഖാനിയിലേക്ക് പുറപ്പെടാൻ തുടങ്ങുകയാ. വിഷ് യു ഗുഡ് ലക്ക്. വിൻസെൻ്റ് നിന്നെ വിളിച്ചിരുന്നോ? ഒരു വട്ടം, പക്ഷെ കട്ടായിപ്പോയി, ചാർജില്ലായിരുന്നു. അവൻ എവിടെയാണെന്നാ പറഞ്ഞത്? പറഞ്ഞില്ലല്ലോ ജോഷിച്ചായ. നിനക്കറിയില്ലേ? കോട്ടായിലേക്ക് പുറപ്പെടുകയാണെന്നോ മാത്രം പറഞ്ഞു. ഞാൻ പറഞ്ഞിരുന്നില്ലേ അവന് മുന്നറിയിപ്പ് കൊടുക്കണമെന്ന്? ഇടയ്ക്ക് ചാടി വീണ് അപകടം വരുത്തി വെക്കരുതെന്ന്. ഒന്നും പറയാൻ പറ്റിയില്ല ജോഷിച്ചായ. പിന്നെ അവൻ നിന്നെ വിളിച്ചില്ലേ? ഇല്ല. അവസാനം അവൻ വിളിച്ചത് എവിടുന്നായിരുന്നെന്ന് അറിയില്ലേ നിനക്ക്? അവിടുന്ന് പോയി ജോഷിച്ചായ. അവളത് പറയില്ലെന്ന് അയാൾക്ക് ഉറപ്പായി. ശരി, ഇനി വിളിച്ചാൽ പറഞ്ഞേക്കുക, സെബാസ്റ്റ്യൻ്റെ കാര്യം പോലീസ് കൈകാര്യം ചെയ്തോളുമെന്ന്. ഡോബിയാക്കി ഖാനിലോട്ട് പോലീസ് പോയിട്ടുണ്ടെന്നും പറഞ്ഞേക്ക്. സീമ ഒന്നും മിണ്ടിയില്ല. ശരി, വെക്കട്ടെ? ജോഷി ചോദിച്ചു. കോട്ടായിലോട്ട് തിരിച്ചു വരുമ്പോഴും ഒന്ന് വിളിക്കണം ജോഷിച്ചായ. ശരി. ജോഷി ഫോൺ വെച്ചു. ബില്ല് പേ ചെയ്ത ശേഷം ചെന്ന് ജീപ്പിൽ കയറി. മുന്നിലും പിന്നിലും സർക്കിൾ ഓഫീസിൽ നിന്ന് വിട്ടുകൊടുത്ത ജീപ്പുകളിൽ പോലീസുകാരും നീങ്ങി. അവർ കോട്ട ടൗണിന് പുറത്ത് കടക്കുമ്പോഴേക്കും എല്ലായിടത്തും ഇരുട്ട് വ്യാപിച്ചിരുന്നു. ഓരോ കോട്ട സ്റ്റോൺ ക്വാറിയെയും കടന്നു പോകുമ്പോൾ രാംലഖൻ അക്ഷമയോടെ ചോദിക്കുന്നുണ്ടായിരുന്നു, അച്ഛാ തോ യഹ് ജഹ്? അപ്പോൾ ഇതല്ലേ സ്ഥലം? കല്ലും പൊടിയും നിറഞ്ഞ റോഡ് അരണ്ട നിലാവത്ത് വളഞ്ഞു പുളഞ്ഞു കിടക്കുന്നത് മങ്ങി കാണാം. ക്വാറികളിലെ തൊഴിലാളികളെല്ലാം അവരവരുടെ ക്യാമ്പുകളിലാണ്. മജ്ജിയെപ്പോലും മരവിപ്പിക്കുന്ന തണുപ്പുള്ളതിനാൽ അവർ രാത്രിയായപ്പോൾ തന്നെ തങ്ങളുടെ ഷെഡുകളെയും കരിമ്പടങ്ങളെയും അഭയം പ്രാപിച്ചിരുന്നു. ക്വാറികളിലൊന്നിലും ആരെയും പുറത്ത് കാണാമായിരുന്നില്ല. ചമ്പൽ നദി കറുത്ത മലിന ജലാശയം പോലെ ഓളം വെട്ടിക്കിടന്നു. നദിക്കരയിലൂടെയായിരുന്നു അവരുടെ നീക്കം. ഷൺമുഖത്തിൻ്റെ ക്വാറിക്കടുത്ത് എത്തിയപ്പോൾ അവർ നദിക്കരയിൽ നിന്ന് റോഡിലേക്ക് കയറി. വിൻസെൻ്റ് ആയിരുന്നു മുന്നിൽ. ക്വാറിയിലേക്കുള്ള തിരിവിലെത്തിയ വിൻസെൻ്റ് പെട്ടെന്ന് നിന്നു. ക്വാറിയിൽ വെളിച്ചമുണ്ടെന്ന് കണ്ട് വിൻസെൻ്റ് പിന്നോട്ടൊന്ന് വലിയുകയും ചെയ്തു. ക്യാ ബാത്? രാംലഖൻ പിറകിൽ നിന്ന് ചോദിച്ചു. വിൻസെൻ്റ് ക്വാറിയിലേക്ക് കൈ ചൂണ്ടി കാണിച്ചു. ഷെഡുകളിൽ നിന്ന് സംഭാഷണവും ചിരിയും കേൾക്കാനുണ്ട്. ഒന്നിനു പകരം 2 ജീപ്പുകൾ ക്വാറിയിൽ കിടക്കുന്നത് വിൻസെൻ്റ് കണ്ടു. അതിനുള്ളിലിരുന്ന് ആളുകൾ തിന്നുകയും കുടിക്കുകയും ഉച്ചത്തിൽ സംസാരിക്കുകയും പൊട്ടിച്ചിരിക്കുകയും ചെയ്യുന്നു. ആജ് അപ്ന ദിൻ നഹി ഹേ ഷായത്. ഇന്ന് നമ്മുടെ ദിവസം അല്ലെന്ന് തോന്നുന്നു, വിൻസെൻ്റ് പറഞ്ഞു. മേരെ ശികാർ കെ സാത്ത് കുച്ച് മെഹ്മാൻ ഹേ. എൻ്റെ കക്ഷിക്ക് ഇന്ന് ആരൊക്കെയോ ഗസ്റ്റുണ്ട്. അപ്നെ ക്യാ കരേങ്ക? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? अपन को कुछ समय इंतजार करना होगा. शायद वो लोग चले जाए. അവർ തിരിച്ചു പോകുന്നവരാണോ എന്ന് നമുക്ക് കുറച്ച് സമയം നോക്കാം. വിൻസെൻ്റ് ബൈനോക്കുലർ എടുത്ത് നോക്കിക്കൊണ്ടിരുന്നു. അല്പസമയത്തിനകം എല്ലായിടത്തും മൂടൽമഞ്ഞ് വ്യാപിച്ചു. ഒന്നും കാണാൻ വയ്യാതായി. വിൻസെൻ്റ് രാംലഖനെയും കൂട്ടി നദിക്കരയിലൂടെ നീങ്ങി. അവർക്ക് ഭയപ്പെടാനൊന്നുമില്ലായിരുന്നു. ആളുകൾ പതിവായി അലക്കാനും കുളിക്കാനും ഉപയോഗിക്കുന്ന പുഴക്കടവ് പോലെ തോന്നിച്ച ഭാഗത്തു നിന്ന്
ക്വാറിയിലെ തൊഴിലാളികളുടെ ക്യാബിന് നേർക്കൊരു വഴുത്താര മങ്ങി കാണാമായിരുന്നു. ചോലമരങ്ങളുടെ നിഴൽ വീണുരുണ്ട് കിടക്കുന്നിടത്ത് രാംലഖനെ മാറ്റി നിർത്തിയിട്ട് വിൻസെൻ്റ് പറഞ്ഞു, ഇതർ രുക്കോ, മേ സരാ ദേഖർ ആനാകും. ഇവിടെ നിൽക്കണം, ഞാൻ അവിടം വരെ പോയി നോക്കിയിട്ട് വരാം. ബഡി ഖടാക്കേക്ക് സർദി ഹേ, ഓ ബോത്തൽ ദേന. മുട്ട് കൂട്ടിയിടിക്കുന്ന തണുപ്പാണ്, ആ കുപ്പി ഇങ്ങ് തന്നേക്ക്, രാംലഖൻ പറഞ്ഞു. വിൻസെൻ്റ് തോൾബാഗിൽ നിന്ന് കുപ്പിയെടുത്ത് രാംലഖന് കൊടുത്തു. അയാളത് ആർത്തിയോടെ വാങ്ങി കവളത്തേക്ക് ചേർത്ത് പിടിച്ചു. പൂരി ബോത്തൽ മത് പീജാന, മുഴുവൻ വിഴുങ്ങിയേക്കരുത് പറഞ്ഞിട്ട് വിൻസെൻ്റ് തൊഴിലാളികളുടെ ക്യാമ്പിന് നേർക്ക് നടന്നുപോയി. അരമണിക്കൂറിനകം തിരിച്ചെത്തി. അവിടെ ഷെഡുകളിൽ ആരും ഉറങ്ങിയിട്ടില്ലെന്നും വണ്ടികളിൽ പോലും ഇരുന്ന ആളുകൾ മദ്യപിക്കുകയാണെന്നും തൻ്റെ ഇരയുടെ അതിഥികൾ ഇതുവരെ പോയിട്ടില്ലെന്നും വിൻസെൻ്റ് രാംലഖനോട് പറഞ്ഞു. രാംലഖൻ ഇതിനകം വെള്ളം ചേർക്കാതെ പൈൻ്റ് കുപ്പി പാതിയോളം വിഴുങ്ങിക്കഴിഞ്ഞിരുന്നു. ചലോ അപ്പൻ സീതേ വഹാ ഗുസ്തേഹേ, നമുക്ക് അങ്ങോട്ട് ഇടിച്ചു കയറിയാലോ? അയാൾ പുത്തൻ വീര്യത്തിൽ നെഞ്ച് തള്ളിപ്പിടിച്ച് ചോദിച്ചു. അവർ 50 പേരുണ്ട്, സൂപ്പാക്കി കളയുമെന്ന് വിൻസെൻ്റ് മുന്നറിയിപ്പ് നൽകി. അഭി ഗുസേംഗെ തോ ഖാലി ഹാഫ് വാപ്പസ് ആനാ പടേഗാ, കാം പൂരാ കർണാ ഹോത്താ കിസി ദൂസരേ ദിൻ ആനാ പടേഗാ. നമുക്ക് വെറും കൈയോടെ തിരിച്ചു പോകേണ്ടി വരും. പണി നടക്കണമെങ്കിൽ വേറൊരു ദിവസം വന്നേ പറ്റൂ. ഓ ലോഗ് വാപ്പസ് നഹി ജായേങ്കെ ക്യാ, അവന്മാർ തിരിച്ചു പോവില്ലേ? ഇസ്കെ ആസാർ തോ നഹി ലഗ്താ ഹേ, അതിൻ്റെ ലക്ഷണമൊന്നുമില്ല. വിൻസെൻ്റ് വൃക്ഷത്തിൻ്റെ വേരിന്മേലിരുന്നു. എന്നിട്ട് കുപ്പിക്ക് വേണ്ടി രാംലഖൻ്റെ നേർക്ക് കൈ നീട്ടി. മുമ്പേ പോയ പോലീസ് ജീപ്പ് ഇടത്തോട്ടും വലത്തോട്ടും പാളുന്നത് കണ്ട് ജീപ്പിലിരിക്കുന്ന ജോഷി പറഞ്ഞു, ഇവരെന്താ ഈ കാണിക്കുന്നത്? ആ ഡ്രൈവർ എന്താ കുടിച്ചിട്ടുണ്ടോ? ഏതാനും വാര കൂടി മുന്നോട്ട് പോയ ശേഷം ജീപ്പ് റോഡിന് നടുവിൽ തന്നെ നിന്നു. എന്തു പറ്റിയെന്ന് ചോദിക്ക്, ജോഷി ഡ്രൈവറോട് നിർദ്ദേശിച്ചു. പോലീസുകാർ ജീപ്പിൽ നിന്നിറങ്ങുന്നത് കാണാമായിരുന്നു. ഡ്രൈവർ ജീപ്പിനടുത്ത് പോയി അന്വേഷിച്ചിട്ട് തിരിച്ചു വന്നു. അവരുടെ ടയർ പഞ്ചറായി സാർ. സ്റ്റെപ്പിനി ഉണ്ടോ? ഉണ്ടെന്ന് തോന്നുന്നു. നാശം പിടിക്കാൻ. ജോഷി പിറുപിറുത്തുകൊണ്ട് വാച്ചിൽ നോക്കി. ക്വാറിയിലെ മദ്യപാനോത്സവം അതിൻ്റെ അവസാന ഘട്ടത്തിലെത്തിയിരുന്നു. തീറ്റിയും കുടിയും കഴിഞ്ഞ് തൊഴിലാളികൾ അവരവരുടെ ഷെഡുകളിൽ ജമുക്കാളങ്ങളിൽ ചുരുണ്ടുകൂടി ഉറക്കമായി. സെബാസ്റ്റ്യൻ്റെ ഷെഡിനുള്ളിൽ ഔസേപ്പച്ചനും സെബാസ്റ്റ്യനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഔസേപ്പച്ചൻ പിന്നെയും ഗ്ലാസുകളിൽ മദ്യം പകർന്ന് സെബാസ്റ്റ്യൻ്റെ മുന്നിലേക്ക് നീക്കിവെച്ചു. കഴിക്കടാ, മതി, എൻ്റെ കോട്ട കഴിഞ്ഞു. രാത്രി തണുപ്പത്ത് യാത്ര ചെയ്യേണ്ടതാ, നീ ഐസായി പോകും. പോകുന്ന വഴിക്ക് കഴിക്കാമല്ലോ, നീ കുറച്ചല്ലേ കഴിച്ചുള്ളൂ. എന്താ ഇവിടുത്തെ തണുപ്പ്? പുറത്തോട്ടിറങ്ങിയാൽ കഴിച്ചത്രയും ആവിയായി പോകും. ഇനി കുറച്ച് കഴിയട്ടെ. സെബാസ്റ്റ്യൻ ഒരു സിഗരറ്റ് കൊളുത്തി വലിച്ചു. അവരുടെ മുന്നിൽ തീറ്റി സാധനങ്ങൾ പ്ലേറ്റുകളിലും പ്ലാസ്റ്റിക് കൂടുകളിലും കല്ലുപാളികളിലും മറ്റുമായി ചിതറിക്കിടന്നു. കുമാറൊക്കെ എന്തിയേ? സെബാസ്റ്റ്യൻ ചോദിച്ചു. അവർ വണ്ടിയിലോ ഷെഡിലോ ഉറക്കം പിടിച്ച് കാണും. ഗോവയ്ക്ക് ആരൊക്കെയാ നമ്മുടെ കൂടെ വരുന്നേ? ഡാനിയും മരുതനായകവും. നീ എന്തിനാ ഔസേപ്പച്ച ഭൈരവനെ കൊണ്ടുവന്നേ? ഭൈരവൻ കുമാറിൻ്റെ കൂടെ ഇവിടെ നിൽക്കട്ടെ. പ്രൊഫഷണൽ കില്ലർ അല്ലേ അവൻ. ബിന്നി ഈ ദിക്കിലെങ്ങാനും വന്നാൽ ഒരീച്ച പോലും അറിയാതെ അവൻ്റെ കഥ കഴിച്ചോളും ഭൈരവൻ. അതാ ഔസേപ്പച്ച എനിക്ക് മനസ്സിലാവാത്തേ. വിന്നി ഇവിടെ എങ്ങനെ വരുമെന്നാ? കാശ് വേണ്ടേ വണ്ടിക്കൂലിക്കെങ്കിലും? അവൻ്റെ പുറകിൽ ആളുണ്ടടാ. ആര്? അതെനിക്കും അറിയാൻ മേല. ഔസേപ്പച്ചൻ മുമ്പിലിരുന്ന ഗ്ലാസ് എടുത്ത് അതിലുള്ളത് മോന്തി. വിജി നീയുമായിട്ട് എങ്ങനെയാ ഔസേപ്പച്ച? അവളോട് പോകാൻ പറ. ഇപ്പോഴത്തെ ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് തീരട്ടെ. അവളെ പിരിച്ചു വിട്ടേക്കാമെന്നാ ഞാൻ ആദ്യം വിചാരിച്ചേ. തിന്നുന്ന ചോറിനോട് കൂറില്ലാത്ത പട്ടിച്ചി. നീ നോക്കിക്കോ സെബാനെ, ഞാൻ അവളെ കാമാട്ടിപ്പുരെ കൊണ്ടുവന്ന് തീറ് വിലയ്ക്ക് വിൽക്കും. അത്ര പകയുണ്ട് എനിക്ക് അവളോട്. അത്രയൊക്കെ വേണോ ഔസേപ്പച്ച? വേണോന്നോ? അതുകൊണ്ടും എനിക്ക് തൃപ്തി വരില്ല. അവൾ ആ റെഡ് സ്ട്രീറ്റിൽ കിടന്ന് നക്കാപ്പിച്ചയ്ക്ക് വ്യഭിചരിച്ച് അവസാനം നാറി പുഴുത്ത് ചാവുന്നത് എനിക്ക് കാണണം. ഒന്നുമില്ലേലും അവൾ നിൻ്റെ ഭാര്യയല്ലേടാ? ഭാര്യ? എന്തോന്ന് ഭാര്യ? അവളെ കെട്ടണമെന്ന് എനിക്കൊരു വാശിയുണ്ടായിരുന്നു. എല്ലാ കളിയും ഞാൻ ജയിച്ച് കയറി വന്നതാ. പക്ഷേ അവളുടെ മുമ്പിൽ മാത്രം ഞാൻ ഉച്ഛിഷ്ടം തിന്നുന്ന പട്ടിയായിപ്പോയി. എൻ്റെ ചങ്ക അവൾ വെട്ടിപ്പൊളന്നത്. മരിച്ചാലും മറക്കില്ല സെബാനെ ഞാനത്. ഔസേപ്പച്ചൻ കടപ്പല്ല് ഞെരിച്ചു. അന്ന് രാത്രി അവനും അവളും കൂടെ ഹോട്ടലിൽ മുറിയെടുക്കുമെന്ന് നമ്മൾ ആരും വിചാരിച്ചില്ലല്ലോ. ചെറിയൊരു കൈപ്പിഴ. ഔസേപ്പച്ചൻ അതും തിരുത്തും. ഔസേപ്പച്ച,
ഇവിടുത്തെ ഉപ്രഹള്ളിയിലെയും ഗോവയിലെ അടക്കം എല്ലാ ഇടപാടുകളും നീ ഏറ്റെടുത്ത് നടത്തിക്കോ. എന്നെക്കൊണ്ട് ഇങ്ങനെ അലയാൻ വയ്യ. നിനക്ക് എവിടെയാ സെബാനെ അലച്ചില്? നീ സൂഹിക്കുമല്ലേ? കോട്ട ടൗണിൽ നിനക്ക് ഇഷ്ടം പോലെ വെപ്പാട്ടുകളില്ലേ? പച്ച കാമദേവനായിട്ടല്ലേടാ നീ ജീവിക്കുന്നേ? ഔസേപ്പച്ചൻ ചിരിച്ചു. നീയോ? നീ ഒരു ലിസ്റ്റ് എഴുതുന്നുണ്ടായിരുന്നല്ലോ പെണ്ണുങ്ങളുടെ. അത് എത്രയായി? 1000 തികഞ്ഞോ? ഔസേപ്പച്ചൻ ഒന്ന് ചിരിച്ചിട്ട് ഒരു ലാർജ് കൂടി ഗ്ലാസ്സിൽ ഒഴിച്ചു. ഇതെടുത്ത് കഴിക്കടാ. കഴിക്കാം. അതിനു മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട് ഔസേപ്പച്ച. നമുക്കിനി കമ്പനി വേണ്ട. എല്ലാം നീ ഏറ്റെടുത്ത് നടത്തിക്കോ. എൻ്റെ ഷെയർ കൂടി എടുത്തോണ്ട് നീ എനിക്ക് കാശ് തന്നാൽ മതി. 50-50 എന്നല്ലേ നമ്മുടെ ഇടപാട്? എന്നിട്ട് ഔസേപ്പച്ചൻ ഒരു തമാശ കേട്ട മട്ടിൽ ചോദിച്ചു. ഞാൻ എത്ര നാളായിട്ട് നിന്നോട് പറയുന്നു എനിക്കൊരു പാസ്പോർട്ട് സംഘടിപ്പിച്ച് തരാൻ. നിനക്ക് പാസ്പോർട്ടല്ലേ വേണ്ടത്? അത് ഞാൻ ഏറ്റു. ഞാൻ ആ കാശും കൊണ്ട് വല്ല ഉഗാണ്ടയിലോ അഫ്ഗാനിസ്ഥാനിലോ പോയി ജീവിച്ചോളാം. മനസമാധാനത്തോടെ കഴിയാമല്ലോ. നിനക്കെന്താ മനസമാധാനക്കേട്? നിനക്കറിയാൻ മേലാഞ്ഞിട്ടാ. വിന്നി ജയിലിൽ ചാടിയ പിന്നെ ഞാൻ ശരിക്കൊന്നും ഉറങ്ങിയിട്ടില്ല. നിനക്ക് പാസ്പോർട്ട് വേണം, സമാധാനമായിട്ട് ഉറങ്ങണം. അത്രയല്ലേ വേണ്ടൂ. അത് ഞാൻ ശരിയാക്കി തരാം. നീ ഇതെന്താ കുടിക്കാത്തേ? ഔസേപ്പച്ചൻ ഗ്ലാസ് എടുത്ത് സെബാസ്റ്റ്യൻ്റെ കയ്യിൽ കൊടുത്തു. സെബാസ്റ്റ്യൻ അത് വാങ്ങി കുടിച്ചു. ചിലപ്പോൾ എനിക്ക് തോന്നും ഔസേപ്പച്ച ഒന്നും വേണ്ടായിരുന്നെന്ന്. കാശ് ഇഷ്ടം പോലെയുണ്ട്. ആശിക്കുന്ന പോലെയൊക്കെ സുഖിക്കാനും പറ്റുന്നുണ്ട്. പക്ഷേ പരേതനായിട്ടുള്ള ഈ ജീവിതം, അപ്പനും അമ്മയും കൂടപ്പിറപ്പുകളും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? കാണാൻ പറ്റുമോ? മിണ്ടാൻ പറ്റുമോ? അവരെൻ്റെ ആത്മാവിന് വേണ്ടി കുർബാനയും ചൊല്ലിച്ച് സെമിത്തേരിയിൽ പോയി ഒപ്പീസും പ്രാർത്ഥനയും നടത്തിക്കൊണ്ടിരിക്കുമ്പം ഞാനിവിടെ പച്ച ജീവനോടെ. സത്യം പറഞ്ഞാൽ എനിക്ക് മടുത്തു ഔസേപ്പച്ച. നമുക്ക് നമ്മളായിട്ട് ജീവിക്കാൻ പറ്റുന്നില്ലെന്ന് വന്നാൽ പിന്നെ അതെന്തോന്ന് ജീവിതമാ? അത് ശരിയാ. നീ മടുത്തെങ്കിൽ പിന്നെ ഇവിടം വിട്ട് പോകുന്നതാ നല്ലത്. പാസ്പോർട്ട് ശരിയാക്കി തരുന്ന കാര്യം ഞാൻ ഏറ്റു. എൻ്റെ പോലെയല്ല നിൻ്റെ കാര്യം. നിനക്ക് ഔസേപ്പച്ചനായിട്ട് തന്നെ ജീവിക്കാം, സ്വന്തം നാട്ടിൽ, അവനവൻ്റെ ആൾക്കാരുടെ കൂടെ. ഒരല്ലലുമില്ല. സുഖമുള്ളതിൽ പാതി നിനക്ക് കിട്ടുകയും ചെയ്യും. വാസ്തവം പറഞ്ഞാൽ നിനക്ക് വേണ്ടിയിട്ടും കൂടിയല്ലേ ഞാൻ ഈ ത്യാഗം ചെയ്യുന്നേ? കഷ്ടപ്പാടും അലച്ചിലും മുഴുവൻ എനിക്ക്. എന്നിട്ടും കിട്ടുന്നതിൽ പാതിയല്ലേ എനിക്കുള്ളൂ. എടാ സെബാനെ, പർദീസായിലോട്ട് ചെല്ലുമ്പോൾ നിൻ്റെ എല്ലാ സുഖങ്ങളും തീരും. പർദീസായോ? ഗോവ. ഇനി അവിടെ ചെന്ന് ഞാൻ വേറെ വേഷം കെട്ടണം. അവിടെ എന്തായിരിക്കും എൻ്റെ പേരും ജാതകവും? പെരേരയോ ഗോമസോ ഡിസിൽവയോ? അതൊന്നും അല്ലടാ. നിനക്ക് ഞാൻ വേറെ നല്ലൊരു പേര് കണ്ടുവച്ചിട്ടുണ്ട്. ആ പേര് പിന്നെ ഒരിക്കലും മാറ്റേണ്ടി. അതെന്താ? അവിടെ വന്ന് നിന്നെ ആരും ഒരു കാലത്തും കണ്ടുപിടിക്കാൻ പോകുന്നില്ല, ഉറപ്പാ. ഔസേപ്പച്ചൻ ഒരു ലാർജ് കൂടി അടിച്ചു. നേര് പറഞ്ഞാൽ ഇതുപോലത്തെ തണുപ്പത്തിരുന്ന് കുടിക്കാനൊരു സുഖമാ. ചുമ്മാതാണോ ബാറിലൊക്കെ AC ഐസും? ഔസേപ്പച്ചൻ കുറേ മിക്സറും ചിപ്സും വായിലിട്ട് ചവച്ചു പൾപ്പാക്കി. കുറച്ച് മദ്യവും വായിലൊഴിച്ചു. എക്കിളെടുക്കുന്ന ഒരു ശബ്ദം പുറപ്പെടുവിച്ചിട്ട് ഔസേപ്പച്ചൻ വായ് പൊത്തിക്കൊണ്ട് ഷെഡിന് പുറത്തേക്കിറങ്ങി. അയാൾ ചവച്ചരച്ച ഭക്ഷണപദാർത്ഥങ്ങളും മദ്യവും കൂടിക്കലർന്ന മിശ്രിതം തൻ്റെ തന്നെ നെഞ്ചിലേക്കും വസ്ത്രങ്ങളിലേക്കും തുപ്പി. എന്നിട്ട് കുനിഞ്ഞിരുന്ന് ഓക്കാനിക്കുന്ന ശബ്ദം പുറപ്പെടുവിച്ചു. സെബാസ്റ്റ്യൻ ഷെഡിന് പുറത്തേക്ക് വന്നു. ഛർദ്ദിച്ചോടാ ഔസേപ്പച്ച? നീ മൂക്കറ്റം വലിച്ചു കയറ്റുന്ന കണ്ടപ്പോഴേ എനിക്ക് തോന്നി. 2-3 തവണ കൂടി ഓക്കാനിച്ചിട്ട് ഔസേപ്പച്ചൻ നിവർന്നു. സെബാസ്റ്റ്യൻ അയാളുടെ നേർക്ക് ടോർച്ച് തെളിച്ചു. ആകെ വൃത്തികേടായല്ലോ. കുടിച്ചത് ശകലം കൂടിപ്പോയി. ഇനിയിപ്പോൾ കുളിക്കാതെങ്ങനെയാ ഈ തണുപ്പത്തോ? മേലൊന്ന് കഴുകി തുടയ്ക്കണം. ദേഹത്തും ഡ്രസ്സേലും എല്ലായിടത്തും പറ്റി. വെള്ളം വേണമെങ്കിലും ബക്കറ്റിൽ മുക്കിക്കൊണ്ട് വരാം. തൊട്ടടുത്തല്ലേടാ പുഴ, അങ്ങോട്ട് പോയാൽ പോരെ? ഔസേപ്പച്ചൻ പുഴയുടെ നേർക്ക് വേച്ച് നടന്നു. അവിടെ നില്ല്, ഞാനൊരു ടവലെടുത്തോണ്ട് വരാം, സെബാസ്റ്റ്യൻ പറഞ്ഞു. അയാൾ വേഗം ഷെഡിൽ കയറി ഒരു ടവലെടുത്തുകൊണ്ട് വന്നു. ക്വാറിയിൽ കിടന്ന 2 ജീപ്പുകളുടെയും ഉള്ളിലിരുന്ന് സെബാസ്റ്റ്യൻ്റെയും ഔസേപ്പച്ചൻ്റെയും അംഗരക്ഷകർ തീറ്റിയും കുടിയും തുടരുന്നുണ്ടായിരുന്നു. തൻ്റെ ടാക്സി ജീപ്പിനടുത്തുകൂടി കടന്നു പോകുമ്പോൾ ഔസേപ്പച്ചൻ വിളിച്ചു, മരുതനായകം. എന്നെ സാർ? ജീപ്പിനുള്ളിൽ നിന്നും പരുപരുത്ത ശബ്ദം കേട്ടു. നീ കൂടെ വാങ്ങോ. എന്നിട്ട് സെബാനെ നോക്കി കുഴഞ്ഞ സ്വരത്തിൽ പറഞ്ഞു, വീണുപോയാൽ താങ്ങാനൊരുത്തം വേണ്ടേ? ഔസേപ്പച്ചനും സെബാസ്റ്റ്യനും മുമ്പേ നടന്നു. മരുതനായകം പിൻവയും. അരണ്ട നിലാവെളിച്ചമുണ്ടായിരുന്നു. ചമ്പൽ നദിക്ക് മീതെ മൂടൽമഞ്ഞ് പതഞ്ഞു തുടങ്ങിയിരുന്നു. അവർ നദിക്കരയിലെത്തി. ഔസേപ്പച്ചൻ വെള്ളത്തിനടുത്തേക്ക് നീങ്ങി നിന്നിട്ട് തൻ്റെ സ്വെറ്ററും ഷർട്ടും അഴിച്ചു. സെബാസ്റ്റ്യൻ ഒരു കല്ലിന്മേലിരുന്നു.
ഈ തണുപ്പത്ത് തല നനയ്ക്കരുത് ഔസേപ്പച്ച, ജ്വരം പിടിക്കും. നമ്മുടെ നാട്ടിലെ പോലെയല്ല, സെബാസ്റ്റ്യൻ മുന്നറിയിപ്പ് നൽകി. ഇനി ഇവിടെ എങ്ങനെയുണ്ട് ആഴം? ഔസേപ്പച്ചൻ ചോദിച്ചു. 4 ചുവട് അപ്പുറത്തേക്ക് പോകരുത്, അവിടുത്തെ ആഴം ആരും കണ്ടിട്ടില്ല, സെബാസ്റ്റ്യൻ പറഞ്ഞു. അയാളുടെ കയ്യിൽ നിന്നും ടവൽ വാങ്ങി വെള്ളത്തിൽ മുക്കിയ ശേഷം ഔസേപ്പച്ചൻ ദേഹം തുടച്ചു. മരുതനായകൻ സെബാസ്റ്റ്യൻ്റെ പിന്നിൽ വന്നു നിന്നു. അപ്പോഴേക്കും മൂടൽമഞ്ഞിനുള്ളിൽ നിന്നും പ്രത്യക്ഷപ്പെട്ടതുപോലെ മൂർത്തിയും വന്നു ചേർന്നു. നമ്മൾ ഈ ചെയ്യുന്നതിൻ്റെയൊക്കെ തിരിച്ചടി എന്തെങ്കിലും കിട്ടാതിരിക്കുമോ ഔസേപ്പച്ച? സെബാസ്റ്റ്യൻ തൻ്റെ ഉള്ളു തുറന്നു. ചിലർക്ക് കിട്ടും, ചിലർക്ക് കിട്ടത്തില്ല, ഔസേപ്പച്ചൻ പറഞ്ഞു. എന്നിട്ട് മരുതനായകത്തെ കണ്ണ് കാണിച്ചു. മരുതനായകൻ മൂർത്തിയെ നോക്കി. മൂർത്തിയും കണ്ണുകൊണ്ടൊരു സംജ്ഞ നൽകി. മരുതനായകൻ പെട്ടെന്ന് കുനിഞ്ഞ് സെബാസ്റ്റ്യൻ്റെ ഇരു കക്ഷങ്ങളുടെയും കൈകളിട്ടൊരു പൂട്ടുപൂട്ടി. എന്താ ഇത്, എന്താ? സെബാസ്റ്റ്യൻ നടുങ്ങിപ്പിടിഞ്ഞ് ചോദിച്ചു. മൂർത്തി ഞൊടിയിടയിൽ വീതിയുള്ള ഒരു ഇൻസുലേഷൻ ടേപ്പ് കൊണ്ട് സെബാസ്റ്റ്യൻ്റെ വായു മൂടി. അതിനുശേഷം ചരടെടുത്ത് പിന്നോട്ട് ഇരുന്ന് സെബാസ്റ്റ്യൻ്റെ കൈകൾ കൂട്ടിക്കെട്ടി. സെബാസ്റ്റ്യൻ ഭയന്ന് കാലിട്ടടിച്ചു. കല്ലിൽ നിന്നും അയാൾ ഉരുണ്ട് നിലത്ത് വീണു. അയാളുടെ കാൽ പിടിച്ചു കെട്ടാൻ തുനിഞ്ഞ മരുതനായകത്തെ ആഞ്ഞു ചവിട്ടി. ആ പ്രാണപരാക്രമം അധിക സമയം നീണ്ടു നിന്നില്ല. മൂർത്തിയും മരുതനായകവും കൂടി അയാളുടെ കാൽ കൂച്ചിക്കെട്ടി. അവനെ നേരെ ഇരുത്ത്, ഔസേപ്പച്ചൻ പറഞ്ഞു. മരുതനായകവും മൂർത്തിയും കൂടി സെബാസ്റ്റ്യനെ താങ്ങി പിടിച്ച് നേരെ ഇരുത്തി. വെള്ളത്തിൽ കാൽ നനച്ചു നിന്ന ഔസേപ്പച്ചൻ സെബാസ്റ്റ്യൻ്റെ മുമ്പിൽ വന്നു. കുനിഞ്ഞ് സെബാസ്റ്റ്യനെ നോക്കിക്കൊണ്ട് ദുഃഖത്തോടെ പറഞ്ഞു. നിന്നെ കൊല്ലേണ്ടി വരുന്നതിൽ എനിക്കുള്ള വിഷമം പറഞ്ഞറിയിക്കാൻ വയ്യ. എത്ര പറഞ്ഞാലും നിനക്കത് മനസ്സിലാവില്ല സെബാനേ. സെബാസ്റ്റ്യൻ്റെ കണ്ണുകൾ പുറത്തേക്ക് തള്ളി. എന്നാലും നിനക്ക് ഏതാണ്ടൊരുമാതിരിയൊക്കെ ഊഹിക്കാൻ പറ്റും. വേറൊരു നിവൃത്തിയില്ലാഞ്ഞിട്ടാ, ഗതികേടുകൊണ്ടാ. സെബാസ്റ്റ്യൻ എന്തൊക്കെയോ പറയാൻ വേണ്ടി നാവ് ചലിപ്പിച്ചു. വായൊട്ടിച്ചിരുന്നതിനാൽ ദയനീയമായി ഔസേപ്പച്ചനെ നോക്കി തലയിട്ട് അനക്കാൻ മാത്രമേ അയാൾക്ക് കഴിഞ്ഞുള്ളൂ. നിനക്കറിയാമല്ലോ സെബാനെ, നീ എൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനാ. പണ്ടും അതെ, ഇപ്പോഴും അതെ. നമ്മളൊന്നിച്ച് എന്തെല്ലാം കളികൾ കളിച്ചു. കളിച്ച കളിയെല്ലാം നമ്മൾ ജയിക്കുകയും ചെയ്തു. ഭയങ്കര കോമ്പിനേഷനായിരുന്നു നമ്മൾ തമ്മിൽ. നിന്നെ കൊല്ലണമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും മുമ്പ് വിചാരിച്ചിട്ടില്ല. കൊല്ലണമെങ്കിൽ ഈസി ആയിട്ട് എനിക്കത് സാധിക്കുമായിരുന്നു. നിനക്കറിയാമല്ലോ, വിന്നിയെ നമ്മൾ കുടുക്കിയിട്ട് ഇപ്പം 4 വർഷമായി. ഈ 4 വർഷത്തിനിടയ്ക്ക് വേണമെന്ന് വെച്ചാൽ എപ്പോൾ വേണമെങ്കിലും എനിക്ക് നിന്നെ തട്ടിക്കളയാമായിരുന്നു. ആര് ചോദിക്കാനാ, ആര് സംശയിക്കാനാ? നിയമത്തിൻ്റെയും നീതിയുടെയും പുസ്തകത്തിൽ പണ്ടേ കൊല്ലപ്പെട്ടവനല്ലേ നീ. എന്നിട്ടും ഞാനത് ചെയ്യാഞ്ഞത് നിന്നോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ്. സെബാസ്റ്റ്യൻ മറുപടി പറയാനാവാതെ ഇരുന്ന് ഞെളിപിരി കൊണ്ടു. പക്ഷേ ഇപ്പം നമ്മുടെ അവസ്ഥ അങ്ങേയറ്റം പരിങ്ങലില്ല. ഔസേപ്പച്ചൻ തുടർന്നു. നീ ജീവിച്ചിരുന്നാൽ ഞാനും കുടുങ്ങും, നീയും കുടുങ്ങും. തമ്മിൽ ഭേദം ഒരാളെങ്കിലും രക്ഷപ്പെടുന്നതല്ലേ. ഞാൻ ചത്താലും നീ രക്ഷപ്പെടില്ല. വിന്നിയും പോലീസും നിന്റെ പിറകെയുണ്ട്. അതേസമയം നീ അങ്ങ് ചത്താൽ ഞാൻ രക്ഷപ്പെടുകയും ചെയ്യും. വളരെ ആലോചിച്ചിട്ടാണ് ഞാൻ ഇങ്ങനൊരു വഴി തിരഞ്ഞെടുത്തത്. നിന്റെ കാര്യം ഓർക്കുമ്പോൾ ഭയങ്കര മനപ്രയാസമുണ്ട്. പക്ഷേ നമ്മുടെ നല്ല ഭാവിക്ക് വേണ്ടിയിട്ടാണെന്നോർത്ത് നീ ക്ഷമിച്ചേക്കണം. ഔസേപ്പച്ചൻ തൻ്റെ കിങ്കരന്മാരെ നോക്കിയിട്ട് കൈയെടുത്ത് ആംഗ്യം കാട്ടി. അവർ നേരത്തെ കരുതി വെച്ച പാറക്കഷ്ണങ്ങൾ എടുക്കാനായി നീങ്ങി. നിന്നെ ഗോവയിലോട്ട് മാറ്റുകയാണെന്നൊക്കെ ചുമ്മാ പറഞ്ഞതാ. നീ ഇനി എവിടെ പോയാലും രക്ഷയില്ല. ആരും സംശയിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എഗ്രിമെൻ്റ് എഴുതിച്ചതും നീ ഇന്ന് രാത്രിയിൽ ഇവിടെ നിന്ന് പോകുമെന്ന് തൊഴിലാളികളെ എല്ലാം അറിയിച്ചതും. നീ വിഷമിക്കേണ്ട കാര്യമൊന്നും ഇല്ല. 4 കൊല്ലം നീ അടിച്ചു പൊളിച്ച് ജീവിച്ചില്ലേ. എന്തായാലും മരിക്കേണ്ടതല്ലേ. മരുതനായകവും മൂർത്തിയും കൂടി പാറപ്പാളികൾ താങ്ങിയെടുത്തു കൊണ്ടുവന്നു. സെബാസ്റ്റ്യനെ ഒരു പാളിയിലേക്ക് മൂർത്തി മറച്ചിട്ടു. സെബാസ്റ്റ്യൻ പിടഞ്ഞ് തിരിയാൻ ശ്രമിച്ചപ്പോൾ മരുതനായകം അയാളുടെ കാലുകൾ ബലമായി പിടിച്ചു വെച്ചു. ഔസേപ്പച്ചനും മൂർത്തിയും കൂടി പ്ലാസ്റ്റിക് ചരടിട്ട് സെബാസ്റ്റ്യൻ്റെ ശരീരം പാറപ്പാളികളോട് ചേർത്ത് വരിഞ്ഞു കെട്ടി. ഗുഡ് ബൈ കൂട്ടുകാരാ, ഔസേപ്പച്ചൻ പറഞ്ഞു. നീ എൻ്റെ ഏറ്റവും നല്ല സ്നേഹിതനായിരുന്നു. നീ മരിച്ചാൽ ആ നഷ്ടം നികത്താൻ ഈ ഭൂമിയിൽ വേറൊരാളില്ല. പക്ഷേ ഓരോ കളിയും ജയിച്ച് ഫൈനലിൽ വരെ കയറി വന്നിട്ട് ഒരു പോയിന്റിൽ തോറ്റുപോവുക എന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ്. മരുതനായകവും മൂർത്തിയും കൂടി മറ്റേ പാറപ്പാളി എടുത്ത് സെബാസ്റ്റ്യൻ്റെ മീതെ വെച്ചു. 2 പാളികളും ചേർത്ത് ഒന്നുകൂടി വരിഞ്ഞു കെട്ടി. ഞാൻ പോവുക, നീ മരിക്കുന്നത് എനിക്ക് കാണാൻ വയ്യ.
ഔസേപ്പച്ചൻ തൻ്റെ വസ്ത്രങ്ങളും ടവലും എടുത്തുകൊണ്ട് നദിക്കരയിൽ നിന്നും ക്യാമ്പിന് നേർക്ക് നടന്നു. വിൻസെൻറ്റും രാംലഖനും മടങ്ങിപ്പോകാൻ ഭാവിക്കുകയായിരുന്നു. ഇന്ന് പദ്ധതി നടപ്പില്ലെന്നും നാളെ വീണ്ടും വന്ന് നോക്കാമെന്നും വിൻസെൻ്റ് രാംലഖനോട് പറഞ്ഞു. മഞ്ഞുവീഴ്ച കഠിനമാവുന്നതിന് മുമ്പേ പോയാക്കാമെന്നായി അയാൾ. വിൻസെൻ്റ് ഒരു സിഗരറ്റ് കൊളുത്തി. ഒരെണ്ണം ലഖൻ സിംഗിനും കൊടുത്തു. അവർ മരച്ചുവട്ടിൽ നിന്ന് എഴുന്നേൽക്കാൻ ഭാവിച്ചപ്പോൾ ക്യാമ്പിൽ നിന്ന് നദിക്കരയിലേക്ക് വരുന്ന വഴിയിൽ ആളുകൾ സംസാരിക്കുന്നത് കേട്ടു. വിൻസെൻ്റ് വേഗം തൻ്റെ സിഗരറ്റ് നിലത്ത് കുത്തിക്കെടുത്തി. ലഖൻ സിംഗിനോടും അങ്ങനെ ചെയ്യാൻ പറഞ്ഞു. അയാളും ചെകിടോർക്കുകയായിരുന്നു. കോയി ആ രഹാഹെ സെരാ ദുഃഖർ ബേഡ് ജാവോ. ആരോ വരുന്നുണ്ട്, പതുങ്ങിയിരുന്നോളൂ, വിൻസെൻ്റ് നിർദ്ദേശിച്ചു. 3 പേരടങ്ങുന്ന ഒരു സംഘം ക്വാറിയിലെ ക്യാമ്പിൽ നിന്ന് നദിക്കരയിലേക്ക് നടന്നു വരുന്നത് മങ്ങിയ നിലാവത്ത് നിഴൽ പോലെ കാണാമായിരുന്നു. മൂവരിൽ ഒരാൾ ഔസേപ്പച്ചനല്ലേ? അവൻ്റെ നെഞ്ചിൽ ഒരു ഇടിമുഴക്കമുണ്ടായി. ഔസേപ്പച്ചൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. എന്താണ് അവൻ്റെ വരവിൻ്റെ ഉദ്ദേശം? സെബാസ്റ്റ്യനെ ഇവിടെ നിന്ന് കടത്തിക്കൊണ്ടു പോകാനോ അതോ ഭൂമുഖത്തു നിന്ന് തുടച്ചു മാറ്റാനോ? ഈ രാത്രി ഇത്ര വൈകിയ വേളയിൽ കൊടിയ മഞ്ഞത്ത് നദിക്കരയിലേക്കുള്ള വരവിൽ തന്നെ എന്തോ പന്തികേടില്ലേ? സെരാ തയ്യാർ രഹ്ന രാംലഖൻ, ഷായദ് ഹമേ ഉൻപർ ഹലേ കർണ പടേക. ഒന്ന് കരുതിയിരുന്നു രാംലഖൻ, ചിലപ്പോൾ നമുക്ക് അവരെ ആക്രമിക്കേണ്ടി വന്നേക്കും. ലഖൻ സിംഗിൻ്റെ കാതിനടുത്തേക്ക് മുഖമടുപ്പിച്ചുകൊണ്ട് വിൻസെൻ്റ് പറഞ്ഞു. അപ്പനെ ദുശ്മൻ തോ നഹി? നമ്മുടെ ശത്രുക്കളാണോ? സാത്മേ അപ്പന ശിക്കാർ പി ഹേ ഷായദ്. നമ്മുടെ കക്ഷി ആ കൂട്ടത്തിലുണ്ടെന്ന് തോന്നുന്നു. അല്പം കഴിഞ്ഞപ്പോൾ മറ്റൊരാൾ കൂടി നദിക്കരയിലേക്ക് വരുന്നത് കാണായി. വിൻസെൻ്റ് ശബ്ദം കേൾപ്പിക്കാതെ മെല്ലെ ഇഴഞ്ഞ് പാറക്കെട്ടിനടുത്തേക്ക് നീങ്ങി. അപ്പുറത്തു നിന്നും മലയാളത്തിലുള്ള സംസാരം കേട്ടപ്പോൾ വിൻസെൻ്റ് ഉറപ്പിച്ചു, അത് ഔസേപ്പച്ചനും സെബാനും തന്നെ. ശ്വാസം അടക്കി പിടിച്ച് വിൻസെൻ്റ് പതുക്കെ പാറക്കെട്ടിന് മീതേക്ക് തല നീട്ടി. അവിടെ കണ്ട കാഴ്ച ഞെട്ടിക്കുന്നതായിരുന്നു. സെബാനെ പിടിച്ചു കെട്ടുകയാണ് 2 പേർ. ഔസേപ്പച്ചൻ നിർദ്ദേശങ്ങൾ നൽകുന്നു. സെബാനെ നദിയിൽ കല്ലുകെട്ടി താഴ്ത്തുകയാണ് ഔസേപ്പച്ചൻ്റെ ഉദ്ദേശമെന്ന് വ്യക്തമായി. വിൻസെൻ്റ് നടുങ്ങിത്തെറിച്ച് ഇതികർത്തവ്യതാമൂഢനായി അവിടെ തന്നെ നിന്നു. എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അവർ 3 പേരുണ്ട്. ഇപ്പുറത്ത് താനും ലഖൻ സിംഗും മാത്രം. ലഖൻ സിംഗിനാണെങ്കിൽ പ്രായമായി. 3 മല്ലന്മാരെ നേരിടാൻ തങ്ങൾ 2 പേർ മതിയാകുമോ? വിൻസെൻ്റ് രാംലഖൻ ഇരിക്കുന്നിടത്തേക്ക് ഇഴഞ്ഞു ചെന്നു. ഠാക്കൂർ, ഓ ലോക അപ്നെ ശിക്കാർ കോ നദി മേ ടൂക്കർ മാർനെ ജാ രഹേ ഹേ. ഹമേ ഉസെ ബച്ചാനാ ഹോഗ. ഠാക്കൂർ, എൻ്റെ കക്ഷി അവർ നദിയിൽ മുക്കിക്കൊല്ലാനൊരുങ്ങിയാണ്. നമുക്ക് അവനെ രക്ഷിക്കണം. കിത്തനെ ലോഗ് ഹേവോ? അവരെത്ര പേരുണ്ട്? 3. 2 ലോഗ് ഷായദ് ഫെഡേക്ക് ഹത്യാരെ ഹേ. 3. 2 പേർ വാടക കൊലയാളികളാണെന്ന് തോന്നുന്നു. ടീക്ക് ഹേ ഏക് ഹാത്ത് ഹോശിസ് കർ ലേത്തെ ഹേ. ശരി, ഒരു കൈ നോക്കിക്കളയാം. വിൻസെൻ്റ് തോൾബാഗിൽ നിന്നൊരു കത്തിയും പ്ലാസ്റ്റിക് കയറും എടുത്തു. കിസി കോഫി ജാൻസെ നഹി മാർനാഹോ. കൊല്ലരുത് ആരെയും. രാംലഖൻ സ്റ്റീൽ ടോർച്ച് എടുത്ത് കൈ പിടിച്ചു. ലഖൻ സിംഗ് ഓർമ്മിപ്പിച്ചു. മുझे ജയിൽ നഹി ജാനാ ഹേ. അഗർ ഗയാ ഭി തോ ജൽദി ഹി വാപ്പസ് ബാഹർ നികൽന ഹേ. എനിക്ക് ജയിലിൽ പോകാൻ വയ്യ. അഥവാ കയറിയാലും ഉടനെ ഇറങ്ങിപ്പോരണം. അവർ 2 പേരും പാറക്കെട്ടിന് സമീപത്തേക്ക് പതുങ്ങി എത്തി. സെബാനെ കൊല്ലുന്ന ജോലി വാടക കൊലയാളികളെ ഏൽപ്പിച്ചിട്ട് തിരിച്ചു പോകാൻ ഭാവിക്കുകയായിരുന്നു ഔസേപ്പച്ചൻ. വിൻസെൻ്റ് പ്ലാസ്റ്റിക് മുഖം മൂടി മുഖത്തണിഞ്ഞു. ഔസേപ്പച്ചൻ പാറകൾക്കിടയിലുള്ള വഴിയിലൂടെ ക്യാമ്പിലേക്കുള്ള കയറ്റം കയറി തുടങ്ങിയിരുന്നു. തലയ്ക്കലും കാൽക്കലും പിടിച്ച് മരുതനായകവും മൂർത്തിയും കൂടി സെബാസ്റ്റ്യൻ്റെ ശരീരം പൊക്കിയെടുത്ത് പാറവിളമ്പിലേക്ക് നീങ്ങി. വിൻസെൻ്റ് രാംലഖനെ നോക്കി. 2 പേരും ചാടി എഴുന്നേറ്റ് പാറയ്ക്ക് മീതെ കയറി. ശബ്ദം കേട്ട് മരുതനായകവും മൂർത്തിയും തിരിഞ്ഞു നോക്കി. എന്താണ് സംഭവിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലാകുന്നതിന് മുമ്പേ വിൻസെൻറ്റിൻ്റെ മുഷ്ടി മരുതനായകത്തിൻ്റെ മൂക്കിന് മീതെ ആഞ്ഞു പതിച്ചു. അതേസമയം തന്നെ രാംലഖൻ്റെ ഇടി മൂർത്തിയുടെ ചെന്നിയിൽ ഇരുമ്പ് കൂടം പോലെ പതിച്ചു. അവരുടെ കയ്യിൽ നിന്ന് സെബാസ്റ്റ്യൻ്റെ ശരീരം പാറപ്പുറത്ത് വീണു. വെള്ളത്തിന് നേർക്ക് ഞെരുങ്ങിപ്പോയ അയാൾ ഒരു പാറയിളക്കിൽ തടഞ്ഞു നിന്നു. വിൻസെൻറ്റിൻ്റെ ഇടിയേറ്റ് പിന്നോട്ട് വേച്ച് പാതി വെള്ളത്തിലും പാതി കരയിലുമായി വീണുപോയ മരുതനായകം അത്യുച്ചത്തിൽ അലറി. ഓർക്കാപ്പുറത്തേറ്റ പ്രഹരത്തിൽ നടുങ്ങിപ്പോയ മൂർത്തി ഞൊടിയിടയിൽ അരയിൽ നിന്നും കത്തി വലിച്ചൂരി. ആ കൈ പൊങ്ങും മുമ്പേ രാംലഖൻ തൻ്റെ കയ്യിലിരുന്ന ടോർച്ച് കൊണ്ട് ആഞ്ഞടിച്ചു. മൂർത്തിയുടെ കൈ ഒടിഞ്ഞു തൂങ്ങി.
കത്തി താഴെ വീഴുകയും ചെയ്തു. കാട്ടുമൃഗത്തെപ്പോലെ അമറിക്കൊണ്ട് മൂർത്തി രാംലഖൻ്റെ മേൽ ചാടി വീണു. മരുതനായകത്തിൻ്റെ മൂക്ക് ചുറ്റികയടിയേറ്റ ചാമ്പങ്ങ പോലെ ചതഞ്ഞു പോയിരുന്നു. അയാളുടെ വായിലേക്ക് കുടുകുട ചോര ഒഴുകി വീണു. അത് തുപ്പിക്കളഞ്ഞിട്ട് നിലത്തുകൂടി പരതി പിടിച്ച് എഴുന്നേറ്റ അയാളുടെ മുഖത്ത് തന്നെ വിൻസെൻ്റ് കാലുമടക്കി അടിച്ചു. ഇത്തവണ മുഴുവനായും വെള്ളത്തിൽ വീണുപോയ അയാൾ പ്രാണപരാക്രമത്തോടെ കൈകാലിട്ടടിച്ചു. മൂർത്തിയുമായുള്ള മൽപ്പിടുത്തത്തിനിടയിൽ രാംലഖൻ അയാളുടെ തല തൻ്റെ കാലുകൾക്കിടയിൽ കിട്ടി. കൈമുട്ട് പൊന്തിച്ച് രാംലഖൻ അയാളുടെ തോൾപ്പലയ്ക്ക് താഴെ 4 കുത്തുകുത്തി. നിലത്ത് കമിഴ്ന്ന് വീണ മൂർത്തിയുടെ കാലിൽ പിടിച്ച് വിൻസെൻ്റ് പാറയ്ക്ക് മീതെ കൂടി വലിച്ചുകൊണ്ടുപോയി വെള്ളത്തിലേക്ക് തള്ളി. ക്വാറിയിലേക്ക് പാതി ദൂരം ചെന്ന് കഴിഞ്ഞിരുന്ന ഔസേപ്പച്ചൻ അലർച്ചയും ബഹളവും കേട്ട് ഓടി വരുന്നുണ്ടായിരുന്നു. നദിക്കരയിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് അയാൾക്ക് മനസ്സിലായില്ല. ഔസേപ്പച്ചൻ വരുന്നത് കണ്ട് ലഖൻ സിംഗ് നിലത്തേക്കിരുന്നു. പാറയിൽ പൊത്തിപ്പിടിച്ച് കയറാൻ ശ്രമിച്ച മരുതനായകത്തെ വീണ്ടും വെള്ളത്തിലേക്ക് തന്നെ ചവിട്ടി തള്ളുകയായിരുന്നു വിൻസെൻ്റ്. മൂർത്തി അരയൊപ്പം വെള്ളത്തിൽ എഴുന്നേറ്റ് നിന്ന് അലറുകയാണ്. അയാളുടെ ഇടത് കൈപ്പത്തി തകർന്ന് തൂങ്ങിക്കിടന്നു. കൂപ്പിടുങ്കോ, ഭൈരവനെയും കുമാറിനെയും കൂപ്പിടുങ്കോ, മൂർത്തി ഔസേപ്പച്ചൻ്റെ നേർക്ക് നിലവിളിച്ചു. അപകടം മനസ്സിലായ ഔസേപ്പച്ചൻ ക്വാറിയിലേക്ക് തിരിഞ്ഞോടാൻ ഭാവിച്ചു. രാംലഖൻ നിലം പറ്റ കാൽ വീശിയടിച്ച് അയാളെ വീഴ്ത്തി. വിൻസെൻ്റ് വന്ന ഔസേപ്പച്ചനെ വലിച്ചു പൊക്കി. മുഖം മൂടി വെച്ചിരുന്നതിനാൽ ശത്രു ആരാണെന്ന് ഔസേപ്പച്ചന് മനസ്സിലായില്ല. ചെവിക്കല്ല് തകരുന്ന ഒരടിയോടെ ഔസേപ്പച്ചൻ്റെ കണ്ണിൽ ഇരുട്ട് കുടിയേറുകയും ചെയ്തു. നോവൽ നാളെ വീണ്ടും തുടരും.